ഏതായാലും തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ പാലക്കാട് BJPയെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് ശോഭാ സുരേന്ദ്രന്റെ ശിങ്കിടി വോട്ടർക്ക് വയോധികർക്ക് ഒരു വോട്ടിന് 5000 രൂപ പാരിതോഷികം നൽകുന്ന ഞെട്ടിക്കുന്ന ഒരു വീഡിയോ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഏതായാലും BJP തോൽക്കുമെന്ന് 100% ഉറപ്പുവരുത്തി കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്തരത്തിൽപ്പെട്ട ഒരു പ്രവർത്തനത്തിലേക്ക് പോയതോടുകൂടി BJP പ്രതിരോധത്തിലായിരിക്കുകയാണ്. ഏതായാലും ഇനി ജയിച്ചാലും നമ്മുടെ ശോഭാ സുരേന്ദ്രന് അയോഗ്യത തീർച്ചയായിട്ടും വരാനുള്ള സാധ്യത കൂടുതലാണ്. നമുക്ക് ശോഭാ സുരേന്ദ്രനും അതുപോലെ തന്നെ അവരുടെ ശിങ്കിടിയും വോട്ടർക്ക് പൈസ കൊടുക്കുന്ന ആ ഞെട്ടിക്കുന്ന വീഡിയോ നമുക്ക് ആദ്യമായിട്ടൊന്ന് കാണാം. ചേച്ചി അവിടെ 1-2 വീട്ടിൽ ആ വീട്ടിൽ പൈസ കൊടുത്ത് അങ്ങനെ പൈസ കൊടുക്കുന്ന മോശം ആരുടെ കാൻഡിഡേറ്റിൽ പോയിട്ട് പൈസ കൊടുക്കുന്ന മോശമല്ലേ? വിലസം എന്താ പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. ആ ഭാഷ എനിക്ക് മനസ്സിലായില്ല. പൈസ കൊടുത്തില്ലേ? എന്റെ മൊബൈലല്ലേ, നിങ്ങൾ അതിനോട് സംസാരിച്ചാ പോരെ, നിങ്ങൾ അതിനോട് സംസാരിച്ചാ പോരെ. നിങ്ങൾ എന്താ പ്രതി? ഞങ്ങളുടെ വാർഡല്ലേ, ഞങ്ങളുടെ വാർഡല്ലേ, നിങ്ങളുടെ വാർഡ് നിങ്ങൾ ചെയ്തോളൂ. നിങ്ങൾ എന്താ എന്റെ മൊബൈലിലേക്ക് എന്റെ മൊബൈലിലേക്ക് നിങ്ങളെന്താ വിചാരിച്ചു? അതിലൊന്നും വേണ്ട. എന്റെ മൊബൈലിൽ ഞങ്ങൾക്ക് ബഹുമാനത്തോട് ഒരു കാരണമാണ്. ഫോട്ടോ എടുക്കുന്നത് നിങ്ങൾ ആദ്യം പറഞ്ഞിട്ടുണ്ടോ? നമ്മളെ അറിയാലോ. എന്നോട് അങ്ങനെയല്ല പറഞ്ഞു, എന്നോട് അങ്ങനെയല്ല പറഞ്ഞു. നിങ്ങൾ വന്നത് എന്റെ കാറിന്റെ എന്റെ മൊബൈൽ തട്ടിപ്പറിക്കാൻ നോക്കി, എന്റെ മൊബൈൽ തട്ടിപ്പറിക്കാണ് നോക്കി, മൊബൈൽ തട്ടിപ്പറിക്കാൻ നോക്കി. നിങ്ങൾക്ക് അത് ചെയ്യേണ്ട കാര്യം ബഹുമാനം നമ്മൾ അങ്ങേയറ്റം ബഹുമാനമുള്ളതാണ്. അല്ല, നിങ്ങൾ ആദ്യം വന്നിട്ട് നിങ്ങൾ ആദ്യം പറഞ്ഞിട്ട് എന്റെ മൊബൈൽ തട്ടിപ്പറിക്കാൻ നോക്കി. അങ്ങനെ മൊബൈലാക്കുന്ന കാര്യമൊന്നുമില്ലല്ലോ. നിങ്ങളടുത്ത് പറയാം ഇവൻ എങ്ങനെ എന്റെ ഫോട്ടോ എടുക്കും പറയും. നിങ്ങളുടെ ഫോട്ടോ എടുക്കുന്നല്ലോ. അതെങ്ങനെ ചേച്ചി നിങ്ങളുടെ ഫോട്ടോ എടുക്കുന്നത്? നിങ്ങൾ എന്റെ അടുത്ത് വന്നിട്ട് ഇല്ലല്ലോ. നിങ്ങൾ ആദ്യം ഉണ്ടെന്താ, നിങ്ങൾ ആദ്യം മൊബൈൽ തട്ടിപ്പറിക്കാൻ നോക്കി. നിങ്ങൾ പൈസ കൊടുത്ത് കണ്ടിട്ടല്ലേ ചോദിക്കുന്നത്? നിങ്ങളോട് അല്ല, നിങ്ങൾ അതിനോട് സംസാരിക്കും ചെയ്തോളി. നിങ്ങൾ എന്താ ചെയ്തോളി. ഏതായാലും വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ സ്ഥാനാർത്ഥികളെല്ലാം നിശബ്ദ പ്രചാരണത്തിലാണ്. ആ സമയത്താണ് നമ്മുടെ പാലക്കാടിന്റെ BJPയുടെ കാൻഡിഡേറ്റായ ശോഭാ സുരേന്ദ്രൻ ഒപ്പമുള്ള സ്ത്രീയെ കൊണ്ട് ആ വയോധികക്ക് 5000 രൂപ കൊടുത്തിട്ട് വോട്ട് ചെയ്യാൻ പറയുന്ന ഞെട്ടിക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ കണ്ടത്. ഒരു ജനാധിപത്യ സമ്പ്രദായത്തിന് ഒരിക്കലും യോജിക്കുന്നതല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഉത്തരേന്ത്യയിലെല്ലാം നടക്കുന്നത് ഇങ്ങനെയാണ്. പാവപ്പെട്ട ആൾക്കാർക്ക് പണവും മറ്റു വസ്ത്രങ്ങളും സാരി അടക്കമുള്ള കൊടുക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ പാലക്കാട് നിന്ന് മറ്റൊരു ആരോപണം കൂടി വന്നിട്ടുണ്ട്. വോട്ടർക്ക് സാരി കൊടുക്കുന്ന വീഡിയോ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. ഏതായാലും BJP എന്ന് പറയുന്ന പാർട്ടി പ്രതിരോധത്തിലായിരിക്കുകയാണ്. ഇതെല്ലാം ജനങ്ങളൊന്ന് കാണണം. ഉത്തരേന്ത്യയൊക്കെ സംസ്ഥാനങ്ങളിൽ വോട്ടറെ കൊണ്ട് വോട്ട് ചെയ്യിക്കുന്ന അതേ ഒരു രീതി ഈ കേരളത്തിലും അവലംബിക്കാനാണ് നമ്മുടെ BJP ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ഏതായാലും നമ്മുടെ കാൻഡിഡേറ്റായ ശോഭാ സുരേന്ദ്രനെ പാലക്കാട് മണ്ഡലത്തിലുണ്ടായിരുന്ന ആ ഒരു മേന്മ ഇപ്പോൾ നിറംകെട്ടിരിക്കുകയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇലക്ഷൻ കമ്മീഷനും അതുപോലെ തന്നെ പോലീസ് അടക്കം ഇപ്പോൾ കേസെടുത്ത് ഇതുമായി അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഈ ഒരു സമയത്ത് നമുക്ക് ഏതായാലും കോൺഗ്രസ് പ്രവർത്തകരാണ് ഈ ഒരു വീഡിയോ പകർത്തിയത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ആ ഒരു രംഗം പകർത്തിയ ആൾ തന്നെ ആ ഒരു മണ്ഡലത്തിലുള്ള ഒരു വോട്ടറാണ് എന്ന് കൂടി നിങ്ങൾ ചിന്തിക്കണം. ഏതാനും ദിവസങ്ങളായി ഇവർ ആ മണ്ഡലത്തിൽ സജീവമായിട്ട് പണമടക്കമുള്ള മറ്റ് കാര്യങ്ങൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഈ വീഡിയോ പകർത്തിയ ആൾ തന്നെ പറയുന്നത്. എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത്? നമുക്ക് അദ്ദേഹത്തിന്റെ വിലപ്പെട്ട വാക്കുകൾ ഈ സമയത്ത് നമുക്കൊന്ന് കേൾക്കാം. ഇവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർ നിങ്ങളാണ് ദൃശ്യങ്ങൾ പകർത്തിയത്? അതെ, എന്റെ കൂടെ ഉണ്ടായിരുന്ന അതിവിടെ രാവിലെ എൻ്റെ കാൻഡിഡേറ്റ് വീട് വീടാന്തരം കയറുന്നുണ്ടായിരുന്നു. പണം കൊടുക്കുന്നുണ്ടെന്നുള്ള പരാതി നമ്മുടെ പ്രവർത്തകരെല്ലാം പറയുണ്ടായി. അപ്പോൾ ഞങ്ങളിവിടെ കണ്ണനൂരിലേക്ക് പോകുന്ന വഴിക്ക് ഇവിടെ റോഡ് ബ്ലോക്ക് ആയിരുന്നു. അപ്പോൾ നമ്മുടെ വാഹനത്തിൽ ഇരിക്കുകയായിരുന്നു. സ്ഥാനാർത്ഥി ഇപ്പോൾ വീടുകളിലേക്ക് പോകുന്നുണ്ട്. കൂടെ ഒരു സ്ത്രീ പോകുന്നുണ്ട്. ഈ സ്ഥാനാർത്ഥി മടങ്ങിയതിന് ശേഷം സ്ത്രീ ഈ വീട്ടുകാരുടെ കയ്യിൽ പൈസ കൊടുക്കുന്നതാണ് കണ്ടത്. അപ്പോൾ ഞാൻ ഞങ്ങളുടെ കാറിലിരുന്ന്
പകർത്തിയാണ് ജസ്റ്റ് ശോഭാ സുരേന്ദ്രൻ ആദ്യം ഈ വീട്ടിലേക്ക് കയറി കയറി അവരിറങ്ങിപ്പോയി. കൂടിയുള്ള ആള് കാറിൽ പോയി പൈസ എടുത്തിട്ട് വന്നിട്ടാണ് ഇവരെ കൊടുത്തത്. ശോഭയുടെ കാറിൽ തന്നെ ഉണ്ടായിരുന്ന സ്ത്രീ. അതെ 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 ഈ വെളുത്ത വസ്ത്രം ധരിച്ച ചുരിദാർ ധരിച്ച. അതെ അതെ അതെ. നേരെ ഈ മേഖലയിലേക്ക് അവർ വരികയായിരുന്നു. നേരെ എവിടേക്ക് അവർ വന്നത്? ഇവിടെ വാഹനങ്ങളെല്ലാം ഇവിടെ നിർത്തിയതായിരുന്നു. ഇവിടെ നിർത്തിയിട്ടാണ് ഇറങ്ങിപ്പോയത്. ഞങ്ങൾ ശോഭയുടെ വാഹനം ഇവിടെ നിർത്തി. അല്ല, എൻ്റെ തൊട്ട് മുൻപിൽ ഞങ്ങളുടെ കാറാണ് ഇവിടെ കറക്റ്റ് മുൻപിൽ വന്നത്. നിങ്ങളെ കണ്ടിരുന്നില്ല? അല്ല, ശ്രദ്ധിച്ചില്ല. ശ്രദ്ധിച്ചില്ല. അത് കുറെ വാഹനങ്ങൾ ഉള്ളതുകൊണ്ട് അതിലേതോ വാഹനമാണെന്ന് വിചാരിച്ചു. അല്ല, അവരെവിടുത്തുകാരാണെന്ന് ഞങ്ങൾക്ക് ഈ പ്രദേശത്തുള്ള മണ്ഡലത്തിലുള്ളവരല്ല. ഒന്ന് നിശബ്ദ പ്രചരണത്തിന്റെ ദിവസമാണ് ഇന്ന്. പുറത്തു മണ്ഡലത്തിലുള്ള ആളുകൾ മണ്ഡലം വിട്ട് പോകേണ്ട ദിവസമായിട്ടും ഇന്ന് ഈ പ്രവൃത്തി ഞങ്ങൾ കുറേ ദിവസമായിട്ട് ഇവർ വാച്ച് ചെയ്യുന്നുണ്ട്. ഇവർ ഇവിടെ സ്ഥിരമായിട്ട് വരുന്നുണ്ട്. പക്ഷെ ഇന്ന് വന്നത് ഒരു തരത്തിലും രൂപയെന്ന് മനസ്സിലാക്കുന്നത് 5000 രൂപയാണ് ഇപ്പൊ നമ്മൾ കയ്യിൽ തെളിവായിട്ട്. നേരെ ഈ വീടിന്റെ ഈ വശത്തേക്ക് വരികയായിരുന്നു. അതെ, ഇവിടെ ഇറങ്ങിപ്പോയി അവിടെ ഇരിക്കുകയായിരുന്നു അമ്മച്ചി. ആ തിണ്ണയിൽ ഇരിക്കുകയായിരുന്നു. അവിടെ പോയിട്ടാണ് കൊടുത്തത്. ആ തിണ്ണയിലിരിക്കുമ്പോൾ അവർക്ക് നിങ്ങൾ അവരോട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കേട്ട് കാണും. അദ്ദേഹത്തിനോട് ശോഭാ സുരേന്ദ്രൻ കരണക്കുറ്റി അടിച്ചു പൊട്ടിക്കുമെന്നെല്ലാം പറഞ്ഞ് തട്ടിക്കേറുന്നതാണ് നമ്മൾ കണ്ടത്. ആരാണ് എൻ്റെ വീഡിയോ എടുക്കാൻ പറഞ്ഞത്, എൻ്റെ ഫോട്ടോ എടുക്കാൻ എൻ്റെ അനുവാദം വേണമെന്നൊക്കെയാണ് ഒരു സ്ഥാനാർത്ഥി പറയുന്നത്. കാരണം ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. 140 മണ്ഡലങ്ങളും സ്ഥാനാർത്ഥികളുടെ ഫോട്ടോയും വീഡിയോയും എല്ലാവരും പകർത്തുന്നുണ്ട്. ഇതൊരു സ്വകാര്യ വീഡിയോ, സ്വകാര്യ ചടങ്ങോ ഒന്നുമല്ല. ഒരു വോട്ടർക്ക് പൈസ കൊടുക്കുന്നത് തീർച്ചയായിട്ടും കണ്ടാൽ അത് വീഡിയോ ചെയ്യാനുള്ള ഒരു അവകാശം ഇന്ന് കേരളത്തിൽ എന്നല്ല, ഇന്ത്യയിൽ എന്നല്ല, എവിടെ ആയാലും എല്ലാ ഒരു വോട്ടർക്കും അധികാരമുണ്ട്. കാരണം അത്തരത്തിൽപ്പെട്ട ഒരു ചെറ്റത്തരമാണ് അവിടെ കാണിച്ചത്. തീർച്ചയായിട്ടും അത് പകർത്തുകയും അത് പൊതുജനങ്ങൾക്കും അതുപോലെ തന്നെ ഇവിടുത്തെ കോടതി സംവിധാനങ്ങൾക്കും എത്തിക്കാനുള്ള അവകാശം ആ ഒരു വോട്ടർ എന്ന് പറയുന്ന മനുഷ്യന് തീർച്ചയായിട്ടും ഉണ്ട് എന്ന് ഞാൻ ഈ ഒരു അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു കാര്യം തീർച്ചയായിട്ടും ജനങ്ങളുടെ മുന്നിലും അതുപോലെ തന്നെ നിയമ സംവിധാനത്തിൻ്റെ മുന്നിലും കോടതിയിലും തീർച്ചയായിട്ടും ശോഭാ സുരേന്ദ്രൻ മറുപടി പറയേണ്ടതായിട്ട് തന്നെ വരും. ഇനി ആ വയോധികയെ ഇപ്പോൾ ഭീഷണിപ്പെടുത്തി മാറ്റിപ്പറിയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ എല്ലാം നടന്നു വരികയാണ്. ഏതായാലും അതിൻ്റെ മുന്നേ ആ സമയത്ത് തന്നെ ആ വയോധിക പറഞ്ഞിരുന്നു, എനിക്ക് മരുന്ന് വാങ്ങാൻ പൈസ ഇല്ല, വോട്ട് ചെയ്യണ പൈസ വേണമെന്ന് ഞാൻ പറഞ്ഞ സമയത്ത് മറ്റാരും എനിക്ക് പൈസയൊന്നും തന്നില്ല. പക്ഷേ തന്നത് ഈ ഒരു BJPയുടെ കാൻഡിഡേറ്റായ ശോഭാ സുരേന്ദ്രൻ്റെ ഒപ്പമുള്ള വെളുത്ത ചുരിദാറിട്ട സ്ത്രീയാണ് എന്ന് വളരെ വ്യക്തമായിട്ട് ആ സ്ത്രീ പറഞ്ഞിരുന്നു. നമുക്ക് ആ വയോധികയുടെ ആ വാക്കുകൾ കൂടി ഒന്ന് കേൾക്കാം. മരുന്ന് വാങ്ങാൻ പൈസ വെക്കാൻ പറഞ്ഞു. അമ്മ പറഞ്ഞു. ഞാൻ പറഞ്ഞു. അപ്പൊ തന്നു അവരല്ലേ? അപ്പൊ ഞാൻ എല്ലാവരുടെ പറഞ്ഞു. അപ്പൊ ഇവരാണ് ആകെ പൈസ തന്നുള്ളൂ, തന്നില്ല അമ്മയ്ക്ക് അല്ലേ? അല്ല, എനിക്ക് മരുന്ന് വാങ്ങാൻ പണിക്കും പോകണില്ല. മരുന്ന് വാങ്ങാൻ പൈസയില്ല. ഒരു മാസം 5000 വേണം മരുന്നിന്. അമ്മ ചോദിച്ചവരോട് പൈസ പൈസ വേണം പറഞ്ഞു. എപ്പോഴാ ഇന്ന് തന്നെയാണോ ചോദിച്ചത്? അപ്പൊ തന്നെ 5000 രൂപ തന്നു. ഇപ്പോൾ പാവം ഒരു അമ്മയാണ്, ജീവിക്കാൻ ഗത്യന്തരമില്ലാത്ത ഇതുപോലത്തെ സാധുക്കൾ ഒരുപാട് നമ്മുടെ കേരളത്തിൽ ജീവിച്ചു വരുന്നുണ്ട്. അവരെ പോലെയുള്ള ആൾക്കാർക്ക് ഒരു 5000 രൂപ കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ തീർച്ചയായിട്ടും അന്നത്തെ ജീവിതത്തിനും അല്ലെങ്കിൽ മരുന്ന് വാങ്ങാനും എല്ലാം വലിയൊരു സഹായമാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് തന്നെയാണ് ഇവർ മുതലാക്കുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കണം. ഈ വോട്ടർ സമയത്ത് മാത്രമാണ് ഇവർക്ക് ഇത്തരത്തിലുള്ള മുതലക്കണ്ണീർ ഒഴിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അത് കഴിഞ്ഞാൽ അവർ തിരിഞ്ഞു നോക്കുകയുമില്ല. ഇത്തരത്തിൽപ്പെട്ട സ്ത്രീകളുടെ വോട്ടുകൾ പിടിച്ചെടുക്കാൻ വേണ്ടി കാണിക്കുന്ന ഈ ഒരു തെമ്മാടിത്തരം തീർച്ചയായിട്ടും കേരളത്തിൻ്റെ മണ്ണിൽ തീർച്ചയായിട്ടും അത് നടക്കാൻ പാടില്ല, അത് നടത്തുകയുമില്ല. തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിന് മുന്നിട്ടിറങ്ങിയ കോൺഗ്രസ് പ്രവർത്തകരെ തീർച്ചയായിട്ടും ഞാൻ അഭിനന്ദിക്കുകയാണ്. അത് രാഷ്ട്രീയ ഭേദമന്യേ ഇത്തരം തോന്നിവാസങ്ങൾ ആര് കാണിച്ചാലും അത് പൊതുജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനുള്ള ധൈര്യം നമ്മുടെ ഓരോ വോട്ടർക്കും ഉണ്ടാകണം. അത് തന്നെയാണ് ഇന്നിവിടെ നടന്നത്. തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് നിയമ നടപടികളുമായിട്ട് നമ്മുടെ ശോഭാ സുരേന്ദ്രനെ മുന്നോട്ട് പോകേണ്ടതായിട്ട് വരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഏതായാലും പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇതിൽ ഇടപെടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്ന മുറയ്ക്ക് തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ട് തന്നെ വരും. BJPക്ക് ഇതൊരു വലിയ ഒരു പ്രശ്നമായിട്ട് കേരളത്തിൽ മാറാൻ വേണ്ടി പോവുകയുമാണ്. ഏതായാലും തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുന്ന ഈ സമയത്ത് തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പിൽ കല്ലുകടിക്കുന്ന ഒരു പരിപാടിയായിപ്പോയി എന്ന് തന്നെയാണ് BJP നേതൃത്വത്തിൻ്റെ ഒരു വിലയിരുത്തൽ. ഏതായാലും ശോഭാ സുരേന്ദ്രൻ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കളം മാറ്റി ചവിട്ടുകയാണ്. എന്നെ അങ്ങോട്ട് ഭീഷണിപ്പെടുത്തിയെന്നും എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ വീഡിയോ എടുത്തു എന്നെല്ലാം പറഞ്ഞ് പാവം ആ വയോധികയെ ഇപ്പോൾ ഭീഷണിപ്പെടുത്തിയിട്ട് മാറ്റി പറയിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിൽ പൈസയൊന്നും തന്നിട്ടില്ല എന്നൊക്കെയാണ് ഇപ്പോൾ വയോധിക പറയുന്നത്. തീർച്ചയായിട്ടും ആ കൊടുക്കുന്ന വീഡിയോ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടതിന് ശേഷം എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് നിങ്ങളെല്ലാവരും എഴുതി അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.